2019 മുതലാണ് മോന് ബ്ലഡ് ക്യാൻസർ ആദ്യമായിട്ട് ആണെന്ന് അറിഞ്ഞത്. ഇവന് ബോൺ മാരോ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ പോസിറ്റീവായി. അപ്പോൾ പിന്നെ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഇല്ല, കുഞ്ഞിനെ ബോൺ മാരോ അതായത് മജ്ജ മാറ്റി വയ്ക്കൽ മാത്രമേ ഇനി അവന് ഒരു പോംവഴി ഉള്ളൂ, അവന് തിരിച്ചു കൊണ്ടുവരാൻ അത് മാത്രമേ ഉള്ളൂ. സഹോദരങ്ങൾക്കാണ് ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ കാലം മാച്ചാവുന്നത് സഹോദരൻ. അപ്പോൾ അവർക്കും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 40 ലക്ഷം രൂപയ്ക്ക് അത് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്. പിന്നെ ഞങ്ങൾ 6 മാസത്തോളം അവിടെ താമസിക്കണം. ഇത്രയും കാശ് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല, കാരണം ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു 4 ആഴ്ചയ്ക്കാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. അപ്പം ഇന്ന് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം, നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകാം. പക്ഷേ അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അവർ RCCയിലേക്ക് കീമോ ചെയ്യാനായിട്ട്, അതായത് ഞങ്ങൾ കാശ് റെഡിയാക്കുന്നത് വരെ മോന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് RCCയിൽ ട്രീറ്റ്മെൻറ്റിന് എഴുതി തന്നേക്കുക. നമസ്കാരം. തിരുവനന്തപുരം ചെമ്പഴന്തി സ്വദേശിയായ 13 വയസ്സുകാരനായ സഞ്ജയ് എസ് വിനോദ് ഇന്ന് ജീവനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്രായത്തിൽ തന്നെ രക്തത്തിൽ ക്യാൻസർ കണ്ടെത്തി. ഇതിനെ തുടർന്ന് ഈ ക്യാൻസർ ഇപ്പോൾ നട്ടെല്ലിന് ഇടയിലുള്ള മജ്ജയെ വരെ ബാധിച്ചിരിക്കുകയാണ്. ഈ കുടുംബം ഇന്ന് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. എൻ്റെ മകൻ സഞ്ജയ് 13 വയസ്സാണ്. 2019 മുതലാണ് മോന് ബ്ലഡ് ക്യാൻസർ ആദ്യമായിട്ട് ആണെന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ RCCയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നു 2.5 വർഷം. 2.5 വർഷത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവന് പ്രശ്നമൊന്നുമില്ല, അതായത് അസുഖം മാറി എന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമുക്ക് ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. 3 മാസത്തിലൊരിക്കൽ ഞങ്ങൾ RCCയിൽ ചെക്കപ്പിന് പോകുമായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവൻ നന്നായി പഴയതുപോലെ ആയി. അവൻ സ്കൂളിലൊക്കെ പോയി തുടങ്ങി. അവൻ്റേതായ രീതിയിൽ എല്ലാ സ്കൂളിൽ പോകുന്ന നല്ല ആക്ടിവിറ്റി എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിൽ അവന് വീണ്ടും ചെറിയൊരു ബുദ്ധിമുട്ട്, പനി, 1-2 ദിവസത്തെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ എനിക്ക് രാത്രിയിൽ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലായിരുന്നു. അങ്ങനെ പിറ്റേന്ന് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് വീണ്ടും ഇവന് കൗണ്ടിലൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ RCC കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ഒരു ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോൾ അസുഖം വീണ്ടും വന്നു എന്ന് പറഞ്ഞ്, അപ്പോൾ ഇവന് ബോൺ മാരോ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ പോസിറ്റീവായി. ഇപ്പം വന്നിരിക്കുന്നത് നട്ടെല്ലിലാണ്, അതായത് മജ്ജയിലാണ് ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു അതായത് ഇവൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഒരു 3 വർഷത്തോളം 2.5 വർഷത്തോളം ഗ്യാപ്പ് കിട്ടിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അതുകൊണ്ട് കീമോ ചെയ്യാനൊരു ഓപ്ഷനുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം, കുറയുവാണെന്നുള്ളത് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 1.5 മാസത്തോളം RCCയിൽ അഡ്മിറ്റ് ആയിരുന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഹൈ ഡോസ് മരുന്നൊക്കെ ചെയ്ത എന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ടെസ്റ്റ് ചെയ്തു. ബോൺ മാരോ ചെയ്തപ്പോൾ അതിൽ വീണ്ടും പോസിറ്റീവായി. അപ്പോൾ പിന്നെ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഇല്ല, കുഞ്ഞിനെ ബോൺ മാരോ അതായത് മജ്ജ മാറ്റി വയ്ക്കൽ മാത്രമേ ഇനി അവന് ഒരു പോംവഴി ഉള്ളൂ, അവന് തിരിച്ചു കൊണ്ടുവരാൻ അത് മാത്രമേ ഉള്ളൂ, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെല്ലൂർ ഹോസ്പിറ്റൽ, അതായത് ഇവന് രണ്ടാമതുകൂടി വന്നതുകൊണ്ട് വെല്ലൂർ ഹോസ്പിറ്റലിൽ 100% ഗ്യാരണ്ടി ആണെന്നാണ് പൊതുവിൽ എല്ലാവരും നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു 40 ലക്ഷത്തിന് പുറത്ത്, അതായത് ഇവൻ്റെ ഇപ്പം മോളുടെ ഇതാണ് ചെയ്യുന്നത്, അതായത് ഡോണർ മോളാണ്. അപ്പോൾ അവർ സഹോദരങ്ങൾക്കാണ് ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ കാലം മാച്ചാവുന്നത് സഹോദരൻ. അപ്പോൾ അവളുള്ളത് കൊണ്ട് ഈ കാശിൽ നമുക്ക് നിൽക്കും, അവരുടെ അത് മാച്ചാവുകയാണെങ്കിൽ. അപ്പോൾ അവർക്കും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 40 ലക്ഷം രൂപയ്ക്ക് അത് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്. പിന്നെ ഞങ്ങൾ 6 മാസത്തോളം അവിടെ താമസിച്ചാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഒത്തിരി ഇതായിട്ടുള്ള കാര്യമാണ്. അവർ പറയുന്ന ഇത് ചെയ്ത് കഴിഞ്ഞാൽ 80% ഗ്യാരണ്ടി ഉണ്ടെന്നാണ് ഇവിടെ ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇത് മാത്രമേ ഉള്ളൂ ഇനി പോകും വഴി, അപ്പം കൊണ്ടുപോയേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ അതുവരെ, അതായത് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടുത്തി എടുക്കുക, അവന് കുഞ്ഞിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് കൊണ്ടുവരാം എന്നാണ് എല്ലാവരും പറയുന്നത്. ഡോക്ടേഴ്സ് പറഞ്ഞു അവിടെ കൊണ്ടുപോയാൽ മതി എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഏകദേശം ഇത്രയും കാശ് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല, കാരണം ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ചേട്ടൻ കൂലിപ്പണിയാണ്. അപ്പോൾ ഇത്രയും വലിയ തുകയൊന്നും ഞങ്ങളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയ്ക്കുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ
സഹായിക്കണം. എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇനിയിപ്പം പെട്ടെന്ന് കൊണ്ടുപോകണമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു 4 ആഴ്ചയ്ക്കാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. അപ്പം ഇന്ന് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം, നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകാം. പക്ഷേ അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അവർ RCCയിലേക്ക് കീമോ ചെയ്യാനായിട്ട്, അതായത് ഞങ്ങൾ കാശ് റെഡിയാക്കുന്നത് വരെ മോന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് RCCയിൽ ട്രീറ്റ്മെൻറ്റിന് എഴുതി തന്നേക്കുക. ഇപ്പം ഞങ്ങൾ ഇന്നൊരു ദിവസം ഇവിടെ ഉണ്ട്, RCCയിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ആ കീമോ നടന്ന് അത് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്ന ഉടനെ ഇവന് അതായത് കീമോ കഴിഞ്ഞ് ഇവന് യാത്ര ചെയ്യാൻ ഉള്ള ആരോഗ്യം ആ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് അവരെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഈ കാശ് സംഘടിപ്പിക്കണം. ഇപ്പം തന്നെ പറഞ്ഞിട്ട് തന്നെ 2 ആഴ്ച കൂടുതലായി, 3 ആഴ്ചയോളം ആവാറായി നമ്മൾ വലിയൊരു പോയിട്ട് വന്നിട്ട്. അപ്പോൾ ഈ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ ലേറ്റായി പോകുന്നത്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു, കീമോ തുടങ്ങി, ആദ്യത്തെ ചെയ്തിട്ടാണ് വന്നത്. ഇന്നലെയാണ് ഡിസ്ചാർജായി വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ദിവസം കൊണ്ടുപോയി വരണം. ഇപ്പം നിലവിൽ ഞങ്ങളെ നാട്ടുകാരാണ് ഞങ്ങളെ എല്ലാത്തിനും സഹായിക്കുന്നത്. നമ്മൾ സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. സജ്ജയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഒരു ജനകീയ സമിതി ബഹുമാന്യായ MLAയുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനയുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. പക്ഷേ 40-50 ലക്ഷത്തോളം രൂപ എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. സന്മനസ്സുകളുടെ അകമഴിഞ്ഞ സഹായം നമ്മുടെ ഈ സജയ് മോൻ്റെ ജീവൻ നിലനിർത്താനുള്ള സഹായങ്ങൾ അത്യാവശ്യമാണ്. കാരണം 1 മാസത്തിനുള്ളിൽ ഈ സർജറി നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അവനെ ജീവനിൽ പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കൂ. നമ്മൾ നിരവധി സംരംഭങ്ങൾ മനുഷ്യർ അത്തരത്തിലുള്ള ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ വിജയിച്ചിട്ടുണ്ട്. തീർച്ചയായും സജ്ജയുടെ ജീവൻ നിലനിർത്താൻ എല്ലാ സന്മനസ്സുകളുടെയും സഹായം ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും സഞ്ജയുടെ തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ. ഈ താഴെ കാണുന്ന നമ്പറിൽ സഞ്ജയ്ക്ക് ആവശ്യമായ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ പണം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ കുടുംബം നിലനിൽക്കുന്നത്. ഇനി ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഉടൻ തന്നെ വെല്ലൂരിലെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നടത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ജീവൻ തന്നെ അവതാളത്തിലാകുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഡോക്ടർ ഉൾപ്പെടെയുള്ള വിദഗ്ധർ പറയുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.